ഗായ്സ്, വെൽക്കം ടു ദ ഡേ 2 ഇൻ മലേഷ്യ. അപ്പം നമ്മളിത് രാവിലെ എണീച്ച് ഫ്രഷൊക്കെ ആയി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ പോകാൻ പോവുകയാണ്. ഇപ്പം ഒരു 8:30 ആയി കാണും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പുറത്തോട്ട് പോവുകയാണ്. നമ്മൾ ബാറ്റു കേവ്സിലൊക്കെയാണ് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് വേണം കഴിക്കാൻ. ഇങ്ങനെ ഫ്രൈ ചെയ്യണം. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ നേരെ ജെൻറ്റിങ് ഹൈലാൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം വരുന്ന വണ്ടിയല്ല, അവന്മാരൊരു പ്രൈവറ്റ് ക്യാബ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ഥിരം വരുന്നത് ഇങ്ങനത്തെ വണ്ടിയില്ല, ഒരു ഹയാസ് പോലെ തന്നെ. പക്ഷേ ഭാഗ്യമ്പോൾ ഇപ്പോൾ വന്നത് ഇന്നോവ ക്രിസ്റ്റയാണ്. അതുകൊണ്ട് യാത്രാസുഖം അടിപൊളി, നല്ല രസമുണ്ട്. കാരണം പറപ്പിക്കുകയാണ് വണ്ടി. പിന്നെ നമ്മളിപ്പം നേരെ മറ്റേ കേബിൾ കാറിൽ പോയി അവിടുത്തെ എന്തോ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ 11 മണിക്ക് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മളെ പിക്കപ്പ് ചെയ്ത് നമ്മളെ ബാണ്ടു കേവ്സ് മറ്റേ മുരുകൻ ടെമ്പിലൊക്കെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞേക്കാത്. നമ്മളിവിടുത്തെ ഒരു ടോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ മറ്റേ ഫാസ്റ്റ് ടാഗ് സെറ്റപ്പ്. മറ്റേ ഫാസ്റ്റ് ടാഗ് അല്ല, സ്മാർട്ട് ടാഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ അതിൻ്റെ പേര്. വന്നപ്പോഴേ തുറന്നിട്ടുണ്ട്. എത്ര? 6 റിങ്കറ്റാണ് ഒരു സൈഡിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ചാർജ് ആക്കുന്നത്. പിന്നെ ഇവിടെ ഈ ബൈക്കുകൾക്കൊന്നും യാതൊരു സ്പീഡ് ലിമിറ്റും ഇല്ല, ഭയങ്കര സ്പീഡിനാണ് പോകുന്നത്. അതിപ്പോൾ നോർമൽ ആയാലും സ്പോർട്സ് ബൈക്ക് ആയാലും ഒരുപാട് ബൈക്കുകളുണ്ട്, ഒരു നല്ല സ്പീഡിനാണ് പോകുന്നത്. നമ്മൾ നല്ല ഹൈറ്റിലാണ്, എത്താറായെന്ന് തോന്നുന്നു. ചെവിയൊക്കെ അടഞ്ഞ് എനിക്കൊന്നും കേൾക്കാൻ വയ്യ. എൻ്റെ ഓർഗൻ എന്തൊരു കുഴപ്പം സംഭവിച്ചാലും അതേപോലെ ഇവക്ക് നമ്മൾ രണ്ടുപേരും ചെവി അടഞ്ഞിപ്പോ ഒന്നും കേൾക്കാൻ വയ്യാതെയാണ് പോണത്. പക്ഷെ ഈ വണ്ടിയിലായതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിട്ടാണ് പോണത്. നമ്മൾ എത്താറായിട്ടുണ്ട്. റോഡ് പണിയാണല്ലേ ഇന്ത്യയില്. ഇനി പറയൂല, ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ റോഡ് പണി പോലെ ഇവിടെ റോഡ് പണി ഉണ്ടെന്നാണ്. അല്ലല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും റോഡ് പണി പോലെ. നമ്മളിത് കേബിൾ കാറിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡിനൊക്കെ ഒരുമാതിരി ഒരു മണമാണ്. എനിക്കത് സഹിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ ലൈഫ് സേവറായിട്ടുള്ള ടൈഗർ ബാം എടുത്ത് വെച്ചേക്കാണ് ഞാനത് മോശമായിട്ട് പറയുന്നതല്ല, പക്ഷേ എനിക്കത് അങ്ങോട്ട് പറ്റുന്നില്ല. ഒരു ഉണക്ക മീൻ്റെയൊക്കെ പോലത്തെ സ്മെല്ല്. നമ്മളിപ്പോൾ കേബിൾ കാറിലോട്ട് പോവും. കേബിൾ കാറിലോട്ട് കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ നമ്മുടെ പാക്കേജിൽ നിന്ന് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത് സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇത് പൊക്കോണ്ടിങ്ങനെ ഇരിക്കും, നമ്മൾ അതിന് തന്ത്രപരമായി കയറണം.
നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ജെൻഡിങ് ഐലൻഡ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇതാ ഈ കേബിൾ കാറിലൂടെയുള്ള യാത്ര. ഏകദേശം 3 കിലോമീറ്ററോളം നമ്മൾ ഈ കേബിൾ കാറിൽ ഇരുന്ന് വേണം നമ്മൾ ഈ മലയുടെ മുകളിലോട്ട് എത്താൻ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോട്ടലായ ദ വേൾഡ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ ജെൻഡിങ് ഐലൻഡ്. ഏകദേശം 7351 റൂമുകളുണ്ട്. ഇതൊരു വേൾഡ് റെക്കോർഡ് കൂടിയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റോപ്പ്. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഈ ഒരു എക്സൈറ്റ്മെന്റ് പോകുന്നുള്ളതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇറക്കമാണ്, ഇറക്കി ഇറങ്ങി പോകുന്നത് ഫീൽ ചെയ്യണം. ഇപ്പൊ നല്ല ലുക്മാനുൽ ഹക്കീം കണ്ണാടി വെച്ച് പേടിച്ചിരിക്കുകയാണ്. ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്. വണ്ടർലായി പോയാലും ഒരു റൈഡിൽ നീയും അതെ 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 എനിക്കും ഷിജോയ്ക്കും നമ്മൾ അതൊരു ടേസ്റ്റാണ്. ഇതൊന്നും പേടിയാവുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലാണ് ട്വിൻ സ്വീ ടെമ്പിൾ ഉള്ളത്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. നമ്മൾ തിരിച്ചു വരുമ്പം ഇവിടെ ഇറങ്ങും. ഈ കേബിൾ കാറിൽ വരുമ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാം. നമ്മളെ വണ്ടർലായൊക്കെ പോലത്തെ. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി വലുതാണെന്ന് തോന്നുന്നു ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക്. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇറങ്ങാൻ പോകുന്നു. അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പാർക്കുണ്ട്. അത് ഒരാൾക്ക് 170 റിംഗറ്റ് വെച്ചാണ്. ആകെ നമ്മളെ മൊത്തത്തിൽ എത്ര പൈസയുള്ളൂ? 170 ഒരാൾക്കായതുകൊണ്ട് എന്തായാലും നമുക്ക് കയറാൻ പറ്റത്തില്ല. അത് ഞങ്ങൾക്ക് ഇന്ത്യൻ മണി ഇത് ചെയ്യുമ്പോഴത്തേനും നല്ല കൂടുതലാണ്. 3000 വരും. 3400 ഒരാൾക്ക്. അത് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷയം. നിനക്ക് കയറണം. നീ കയറിട്ടോ, നമ്മൾ വെളിയിരിക്കാം. ഇല്ല ഇല്ല, എനിക്ക് 50 സെന്റ് കളഞ്ഞു കിട്ടി. നമ്മുടെ നാട്ടിലെ 110 രൂപ. ഗായ്സ്, 50 സെന്റ് 110 രൂപയല്ല, 10 രൂപയാണ്. സായിദ് അവിടെ പറഞ്ഞു പറ്റിച്ചത് വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ 3:30 വരെ ഇവിടെയാണ് കേട്ടോ. 3:30 കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പിളിലോട്ട് പോകും. ഇതാണ് മലേഷ്യയിലെ ഏറ്റവും വലിയ കസീനോ. മലേഷ്യയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കസീനോസ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കസീനോ മാത്രമാണ് ഗവൺമെൻറ് അംഗീകൃത കസീനോ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ പ്രൈവറ്റ് ആൾക്കാർ നടത്തുന്നതുണ്ടാവാം. ഇത്രയും വലിയൊരു കസീനോ സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയിലായിട്ട് പോലും അവിടെയുള്ള ലോക്കൽ മലയാളി പീപ്പിളിന് അവിടെ എൻട്രി അലൗഡ് അല്ല. ഇവിടെ വരുന്നത് ഫുള്ളും നമ്മളെപ്പോലെ ടൂറിസ്റ്റും പിന്നെ ചൈനീസ് പീപ്പിൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതിനും കളിക്കാനും വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മളിത് ആ കസീനയുടെ അകത്തോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കസീനയിലോട്ട് പോകുന്നത്. സംഭവം ഇത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെയുള്ളൊരു സ്ഥലം. ഭയങ്കര ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ വന്നിട്ട് മറ്റേ നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലത്തെ ഗെയിമും മറ്റേ സൈഡിൽ അല്ലാണ്ടുള്ള ചീട്ട് കളി അങ്ങനത്തെ ഗെയിംസും ആണുള്ളത്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവേനെ കേട്ടോ. ഏതെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇത് നല്ല സ്ഥലമാണല്ലോ. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നമ്മളിതാ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. നമ്മൾ 4 പേര് 4 ഐറ്റംസാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാം. ഈ സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഫുഡിൻ്റെ ഒന്നും പേരെന്തോന്നാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നല്ല പടം നോക്കി അങ്ങ് ഓർഡർ ചെയ്ത് മെനു കാർഡിലുള്ളതുപോലെയാണ് കേട്ടോ ഇവരുടെ പ്രസൻറ്റേഷനൊക്കെ. അതേപോലെ കൊണ്ടുവരും. ഇതായിരുന്നു സാജിദ് ഓർഡർ ചെയ്ത ഫുഡ്. ഇത് സാമ്പാറിൻ്റെ അകത്ത് ഇടിയപ്പം ഇട്ട് തന്നോലും ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തോന്നാണെന്ന് പോലും അറിയാതെ കഴിച്ച്. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. എന്നെക്കൊണ്ട് ഇത് കഴിക്കാൻ പറ്റിയില്ല. അവർ കഴിക്കുന്നുണ്ടായിരുന്നേ.
അങ്ങനെ നമ്മളിപ്പോൾ അടുത്തതായിട്ടുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചിൻ ശ്രീ കേവ്സ് ടെമ്പിൾസ് എന്ന് പറഞ്ഞൊരു ബുദ്ധിസ്റ്റ് അമ്പലത്തിലോട്ടാണ് പോണത്. ഓൾമോസ്റ്റ് എത്താറായി. എസ്കലേറ്റർ ഇറങ്ങി താഴെ പോകണം. പക്ഷേ ഇത് ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ. ഫുൾ എസ്കലേറ്റർ പരിപാടിയാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ഇറങ്ങി കയറുകയൊക്കെ ചെയ്യണമെന്ന്. ഒരു പാടുമില്ല. ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നമ്മളെയും കൊണ്ട് അങ്ങ് പൊക്കോളും. അപ്പം നമ്മൾ അവിടെ അതിൻ്റെ എൻട്രൻസിലെത്തി. ഇതാണ് ഈ പറഞ്ഞ ടെമ്പിള്. തണുപ്പുണ്ട്. ഞാൻ ചെറിയ തണുപ്പുണ്ട്. നമ്മൾ നിൽക്കുന്നതാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. വലിയ പ്രതിമ കേട്ടോ. അത് ക്യാമറ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം വലുതാണെന്ന് അറിയില്ല. ഇതിൻ്റെ അകത്ത് മുഴുവൻ കോയിൻസ് ആണ് കേട്ടോ. ഇവിടെ ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പൈസയൊക്കെ ഇടുന്നുണ്ട്. വേറെ എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ കുറച്ച് ഏരിയസിൽ പണി നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മറ്റേ കരോട്ടെ കിഡ് സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ അങ്ങനെ കണ്ടിട്ട് എനിക്ക് ആ ഒരു സാധനം ഓർമ്മ വരുന്നുണ്ട്. അവിടെ മറ്റേ ആ ഒരു ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ജാക്കി ചാനും ആ ഒരു പയ്യനും കൂടെ പോകുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഡ്രാഗൺ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അത് കണക്കെ തോന്നുന്നുണ്ട്. കൊള്ളാം, എനിക്കതാണ് തോന്നി. നമ്മള് ഇവിടെ എന്താണ് അമ്പലത്തിന്റെ പേരെന്തിരി ആർക്കും അറിഞ്ഞൂടെ ഗൈസ്? ചിൻ സ്വീ ടെമ്പിൾ എന്ന് വെച്ചാൽ ബുദ്ധ ടെമ്പിൾ ആണ്. അവിടെ എത്തിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള. ഇവിടെ ഞാൻ ഇപ്പോൾ കുറച്ച് മലയാളീസിനെ കണ്ടു. ഇതൊരു ട്രാവൽ ഗ്രൂപ്പ് വന്ന കണക്കത്തെ സംഭവമാണ്. പിന്നെ ഇതിനൊക്കെ നമുക്കാണെങ്കിൽ മുകളിലോട്ടൊക്കെ കയറി പോവാം. നമ്മൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇതേ ബാട്ടു കേവ്സിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു മുരുകൻ ടെമ്പിളാണ്. ഇവിടെ എത്തുമ്പോൾ ഒരു തമിഴ്നാട് ഫീലാണ് കേട്ടോ ഉള്ളത്. ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. തമിഴ് മീഡിയം ആണ്. കൂടുതലും തമിഴ് ആൾക്കാരാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ബാട്ടു കേവ്സിലാണ്. നമ്മളിത് ഈ സ്റ്റെപ്സ് കയറി പോകണം. കളർഫുൾ സ്റ്റെപ്സ്. ഇത് 272 സ്റ്റെപ്സ് ഉണ്ട്. ഇനി മണ്ടയിൽ പോകുമ്പോഴാണ് കേവ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 1 മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങണം, ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കൊള്ളാം കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഒരു വൈബ് സ്ഥലം. ഇവിടെ വരുന്നതിന് മുന്നേ ഒരു സെർച്ച് ചെയ്ത് ഒത്തിരി വീഡിയോസിലൊക്കെ നോക്കിയായിരുന്നു. അടിപൊളി സ്ഥലം. അതേപോലെയൊക്കെ തന്നെ. അവിടെ പിടിച്ചും കയറി പോയാൽ ഓക്കെ ബ്രോ. നമ്മുടെ ഏകദേശം പകുതി കൂടുതൽ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ളൂ. ഇതെനിക്ക് വലിയതായിട്ട് തോന്നല്ലോ. ഇപ്പം എത്തുമല്ലോ. ഡെയിലി ഒരു 20 വട്ടം കയറി ഇറങ്ങിയാണ്ടല്ലോ കാലൊക്കെ സൂപ്പറാവും.
അങ്ങനെ നമ്മൾ ബാട്ടു KFC എന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ വൈകുന്നേരം സ്ട്രീറ്റിലോട്ടൊക്കെ പോവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വന്നത്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോൺ അപ്പോഴേക്കും ഡെഡായി. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഒരു സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, take care and bye bye.